ഹലോ എവരി വൺ, ഞാനിന്ന് അട്ടപ്പാടിയിലാണ്. ഇന്ന് അച്ഛനും അച്ഛൻ്റെ ഫ്രണ്ട്സും എല്ലാം വരുന്നുണ്ട്. അവരെല്ലാം മരുതമല എന്ന് പറഞ്ഞ ടെമ്പിളിൽ പോകാനായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് മരുതമലയ്ക്ക് പോവാം. അപ്പോൾ അട്ടപ്പാടി വരുമ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലമാണിത്. അട്ടപ്പാടിയിൽ നിന്ന് കോയമ്പത്തൂർ പോകുന്ന റൂട്ടിലാണ്. അപ്പോൾ നമ്മളവിടെ എത്തി. ഇത് നമ്മുടെ തമിഴ്നാട്ടിലൊരു ഫേമസ് ടെമ്പിളാണ് കേട്ടോ. നമ്മൾ ശബരിമല എന്നും പത്മനാഭസ്വാമി ക്ഷേത്രം എന്നൊക്കെ പറയുന്ന പോലെ ഇവിടുത്തെ ഫേമസ് മരുതമലൈ. ഈ ടെമ്പിൾ ഒരു മലയുടെ മണ്ടയ്ക്കാണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് പോകണമെങ്കിൽ സ്വന്തം വണ്ടിയിൽ പോകാൻ പറ്റില്ല. പക്ഷേ അവിടുന്ന് ബസ്സുണ്ട്, നമുക്ക് ബസ്സിൽ പോവാം. പണ്ട് ഞാനും അച്ഛനും അമ്മയും കോയമ്പത്തൂർ താമസിക്കുന്ന സമയത്ത്, സെറ്റിൽഡ് ആയിരുന്ന സമയത്ത് നമ്മൾ സ്ഥിരം വരുമായിരുന്നു ഇവിടെ. അന്ന് നമുക്കിവിടെ നമ്മുടെ സ്വന്തം വണ്ടിയും കൊണ്ട് മേളിൽ പോകുമായിരുന്നു, പാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതില്ല എന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ചാടി കയറി ഏറ്റവും ലാസ്റ്റിലത്തെ സെൻട്രൽ സീറ്റ് തന്നെ ഞാൻ പിടിച്ചു. പക്ഷേ അധികം നേരം അവിടെ ഇരിക്കാൻ പറ്റിയില്ല. ഒരമ്മയും കുഞ്ഞും വന്നപ്പോഴത്തേക്ക് മാറി കൊടുക്കേണ്ടി വന്നു. ആരും എഴുന്നേറ്റ് കൊടുത്തില്ല, പിന്നെ ഞാൻ എഴുന്നേറ്റ് കൊടുത്തു. അതാ പുള്ളിക്കാരി അവിടെ ഇരിപ്പുണ്ട്. നമുക്കിപ്പോൾ തൽക്കാലം നിന്നങ്ങ് പോകാം. ചെറുപ്പത്തിലൊക്കെ വരുമ്പോൾ ഇത് വലിയ ഉയരത്തിലാണെന്നൊക്കെ തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വന്നപ്പോൾ ഇത് വലിയ ഉയരത്തിലൊന്നും അല്ല. ഇതാണ് ദി ഫേമസ് മരുതമലൈ ടെമ്പിൾ. അച്ഛനും അച്ഛൻ്റെ കൂട്ടുകാരനായ രാജേഷ് ഇവിടെ ഉണ്ട്. നമ്മൾ ചെറുപ്പം മുതലേ ഉള്ള ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ് രാജേഷ് ഏട്ടൻ. ഇപ്പോൾ പുള്ളി കോയമ്പത്തൂർ തന്നെയാണ്. അപ്പോൾ നമ്മളെ കാണാനും പുള്ളിയും വന്നു. ഇവിടെ ചെരുപ്പ് കൊടുക്കാനായിട്ട് ഒരു സ്ഥലമുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീ ആണ്. നമ്മൾ ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് കൊടുത്തിട്ട് പോകുന്നു. യൂട്യൂബിലുള്ള മരുതമല ആരെയാണ്? മരുതമല, കോയമ്പത്തൂർ മരുതമല മുരുകൻ്റെ അമ്പലത്തിൽ വന്നിരിക്കുക. എല്ലാം ഉണ്ട്. ആൻറ്റിയുണ്ട്, അച്ഛൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ ഫ്രണ്ട്സിനെ നീ കാണിക്കാം. അച്ഛനൊരു ഹാർട്ട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതുകൊണ്ട് സ്റ്റെപ്പ് അധികം കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ വഴിയിൽ വെച്ച് അച്ഛനോട് ഇരുന്നോളം പറഞ്ഞു. എന്നിട്ട് നമ്മൾ മേളിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരാൻ പറഞ്ഞു. അതുകൊണ്ട് അച്ഛനോടെ വെയിറ്റിംഗ് ആണ്. ഭയങ്കര തിരക്കാണ്, ഭയങ്കര വലിയ ക്യൂ ആണ്. അപ്പോൾ എന്തായാലും അകത്ത് കയറി തൊഴാൻ പറ്റില്ലെന്ന് മനസ്സിലായി. അപ്പോഴാണ് അച്ഛൻ്റെ ഫ്രണ്ട് പ്രകാശങ്ങൾ ഒരു ഐഡിയ പറഞ്ഞു. അവിടെ ഒരു കണ്ണാടി ഉണ്ട്. ആ കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ അമ്പലത്തിന് ആഘോഷം കാണാം. ഇത് നോക്കിക്കേ, സംഭവം കൊള്ളാമല്ലേ? നല്ല ഐഡിയ. ആ ക്യൂ കാരണം എനിക്ക് എന്തായാലും കാണുന്നില്ലായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഇപ്പം നമുക്ക് ഉള്ളിൽ വിഗ്രഹം വരെ കാണാം. എന്തോ വലിയ ഡെവലപ്മെൻ്റ് ഒക്കെ വരുവാൻ തോന്നുന്നു. മൊത്തം പണി നടക്കുകയാണ്. അതുകൊണ്ട് ഇവിടുത്തെ ടെമ്പിൾ വിസിറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി ഇവിടുന്ന് ഇറങ്ങുവാണ്. ഞങ്ങൾ പോയ സമയം കൊണ്ട് അച്ഛൻ ആരെയോ ഫ്രണ്ട്ഷിപ്പായിട്ട് അവിടെ കത്തി അടിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. ആ വയസ്സിന് ഓടി രക്ഷപ്പെടുമെന്ന് തോന്നുന്നു. എന്തായാലും വന്നതല്ലേ, ഒന്നും വാങ്ങാതെ എങ്ങനെ പോകുന്നത്? ഒരു മുരുകൻ്റെ വേലങ്ങ് വാങ്ങി. ഇതാ അച്ഛൻ്റെ ഫ്രണ്ട്സുകളും ഞങ്ങളുടെ ഗ്യാരേജിലെ ചേട്ടന്മാരൊക്കെയാണ്. ഞങ്ങളെല്ലാവരും കൂടെ മൊത്തത്തിൽ ഒരു 10-15 പേരുണ്ട്. പറ്റില്ല, എന്നാലും കുഴപ്പമില്ല. പകുതി ദൂരം വരെ ചെന്നു. അങ്ങനെ നമ്മൾ ഒരു വണ്ടി ആളുമായിട്ട് നേരെ താഴെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളെല്ലാവരും കൂടെ നേരെ നമ്മുടെ അട്ടപ്പാടിയിലെ പ്രോപ്പർട്ടിയിലോട്ട് പോവാണ്. ഇന്ന് അവിടെയാണ് ബാക്കി പരിപാടി. എന്തോ പറ. ഞങ്ങൾ കാണാൻ പോണോ കാണാൻ? ടിക്കറ്റ് എടുത്ത് എന്നേ പറ്റത്തുള്ളൂ. ഇതാണ് നമ്മുടെ ട്രാവലർ AMG ട്രാവൽസ്. അപ്പം ഇതിനകത്താണ് എല്ലാവരും നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നത്. നമ്മൾ കഴിക്കാനായിട്ടൊരു സ്ഥലം വരെ വന്നു. എന്നിട്ട് ഇത് കഴിഞ്ഞ് നമ്മളിവിടെ നേരെ പ്രോപ്പർട്ടിയിലോട്ട് പോകും.
അങ്ങനെ നമ്മൾ അട്ടപ്പാടിയിലെ പ്രോപ്പർട്ടിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഫാമാണ്. ഇപ്പോൾ ഫാമിൽ അവരെല്ലാം ഫാം കാണാൻ വന്നിരിക്കുക. അതുകൊണ്ട് ഇറങ്ങിയ വണ്ടി എന്തോ എവിടെ കയറാൻ? നമ്മുടെ ഫാമിലെ ഏറ്റവും ഹൈറ്റ് ഉള്ള പോർഷനിലോട്ട് പോയി നിൽക്കുക എല്ലാവരും. ഫോട്ടോ എടുക്കാമല്ലോ. എന്തേ ഫോട്ടോ എടുക്കാൻ പറ്റിയ രൂപം. അച്ഛൻ ഇവിടെ നിന്ന് നോക്കുന്നു. അടിപൊളി. കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ നെല്ലിക്ക മഴ പെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ട എൻ്റെ പേരിൽ അച്ഛൻ ഇപ്രാവശ്യം വന്നിട്ട് നെല്ലിക്ക പറിക്കാനുള്ള ആവേശത്തിലാണ്. അതുകൊണ്ട് കൊമ്പോടെ ഒടിച്ചിട്ടിരുന്ന് നെല്ലിക്ക പറിക്കുന്നുണ്ട് എല്ലാവരും. നെല്ലിക്ക കണ്ടിട്ടില്ലേ? അഭിനയിക്ക് കുറച്ചുകൂടെ എക്സ്പ്രഷൻ എടുത്ത്. ശരി, ഇപ്പൊ കറക്റ്റായി. തിരുവനന്തപുരത്ത് നിന്നൊരു കൊറോള വണ്ടി വന്നു. അത് പെങ്കൊച്ചിന് ഉണ്ടാവുന്ന ആമ്പിള്ളേരോട് അതിന്റെ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ അഭിഷേകന്റെ ഓട്ടൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പൊ എടുത്തായി പറയാം അവരെ വെറുതെ ഫ്രീ ആയിട്ട്. ഇനി നെല്ലിക്കയുടെ കൊല പിടിച്ചുകൊണ്ടുള്ള കുറച്ച് ഫോട്ടോ സെക്ഷനാണ്. ഫോട്ടോ എടുത്തുതരാം. അത് പിടി, ഫോട്ടോ എടുത്തുതരാം. മോരുണ്ട്. അങ്ങനെ നമ്മൾ ഉച്ചഭക്ഷണം ഫാമിൽ തന്നെ ആക്കി. ഇനിയിപ്പോൾ എല്ലാവരും പോകാനുള്ള സമയമായി. എന്നാൽ പിന്നെ ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചു. അങ്ങനെ കട്ടൻ ചായ ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സാണ് നിങ്ങളിവിടെ കാണുന്നത്. അടുത്ത വരെ കാണാം. അപ്പോൾ പോകുന്ന വഴിക്ക് രാജേഷൻ്റെ വീട്ടിൽ കയറണം എന്ന് പറഞ്ഞ് അങ്ങനെ വീട്ടിലും കയറി രാജേഷൻ്റെ ഫാമിലിയും കണ്ടിട്ട് നമ്മളിപ്പോൾ ഇറങ്ങും. അടയാർ ആനന്ദഭവൻ എത്തിയപ്പോഴത്തേക്ക് ദേണ്ട്ര ബായി പറഞ്ഞ പോയ ടീമുകളെല്ലാം അവിടെ നിൽക്കുന്നു. അപ്പോൾ ആഹാരം കഴിച്ചിട്ട് നമ്മളെല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞ് നേരെ എറണാകുളം പോയി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.